എപ്പിസോഡ് ആരംഭിക്കുന്നത് എവിടേക്ക് ഓടിപ്പോകുന്ന സ്യൂഡ്യൂവിനെ കാണിച്ചുകൊണ്ടാണ്. അവൻ നേരെ പോയത് വൻസൂൻ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ്. അവൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായി ഇരുന്ന് അവൻ അവളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. സ്യൂഡ്യൂവിനെ കണ്ട വൻസൂൻ, നിങ്ങളിവിടെ ഇരിക്കുന്നത് എനിക്കത്ര കംഫർട്ടല്ല, അതുകൊണ്ട് നിങ്ങൾ പോകണമെന്ന് അവൾ പറയുന്നു. അതിന് മറുപടിയായി സ്യൂഡ്യൂൻ, ഞാൻ നിങ്ങളുടെ ബോഡി ഗാർഡാണ്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ്. നിങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണം ISISൻ്റേതാണെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല. എൻ്റെ ഫ്രണ്ടിനെ കൊന്ന അതേ ആളാണ് നിങ്ങളെയും കൊല്ലാൻ ശ്രമിക്കുന്നത്. നിങ്ങളെ നല്ലവണ്ണം അറിയുന്ന ഒരാൾ എന്ന് അവൻ പറയുന്നു. നീ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എനിക്ക് നിന്നെ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് വൻസൂൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കുന്നു. എന്നാൽ സ്യൂഡ്യൂൻ അത് അനുവദിക്കാതെ വൻസൂണിനോടായി, നിങ്ങൾ ഇനി എവിടെ പോകുന്നുണ്ടെങ്കിലും എന്നെ കൂട്ടി വേണം പോകാൻ, ഒറ്റയ്ക്ക് പോകാൻ നിൽക്കരുത്. നിന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് സ്യൂഡ്യൂൻ വൻസൂണിനോടായി പറയുന്നു. തിരികെ റൂമിലേക്കെത്തിയ സ്യൂഡ്യൂൻ ഫ്രണ്ടുമായി ഒരുമിച്ചുള്ള ഫോട്ടോ നോക്കി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു പാസ്റ്റാണ്. പോലീസ് ക്യാമ്പിലെ ട്രെയിനിങ് കഴിഞ്ഞ് സ്യൂഡ്യൂനും അവൻ്റെ ഫ്രണ്ടും കമ്മീഷണറെ കാണാൻ പോകും. കമ്മീഷണർ സ്യൂഡ്യൂനോട്, നീ പ്രസിഡൻറ്റിൻ്റെ കൂടെ നടക്കണം, അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നൊക്കെ നീ അന്വേഷിക്കണമെന്നും അതെന്നെ അറിയിക്കുകയും വേണമെന്ന് അയാൾ പറയുന്നു. സ്യൂഡ്യൂൻ്റെ ഫ്രണ്ടിനോട്, നീ മാനിലയിലേക്ക് പോകണം, അവിടെ ഒരു കാസിനോയിൽ വെച്ചാണ് പ്രസിഡൻറ്റിൻ്റെ പണമിടപാടുകൾ നടക്കുന്നത്, അതിനെക്കുറിച്ച് നീ അന്വേഷിക്കണമെന്നും അവനോട് പറയുന്നു. പിന്നെ ഇത് തീർത്തും രഹസ്യാന്വേഷണമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് അന്വേഷിച്ച് കിട്ടിയാലും അത് എന്നെ അറിയിക്കണമെന്ന് അയാൾ പറയുന്നു. അതിന് സ്യൂഡ്യൂൻ, രഹസ്യാന്വേഷണം അങ്ങനെ പറയാവോ എന്ന് ചോദിച്ചപ്പോൾ, ഇത് നിങ്ങളെ ഏൽപ്പിക്കുന്നത് ഞാനാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് എന്തായാലും ഇത് പറയണമെന്ന് പറയുന്നു. സ്യൂഡ്യൂനും അവൻ്റെ ഫ്രണ്ടും ഒരു ഗ്യാങ്ങിനെ കുറിച്ചും വൻസൂണിൻ്റെ അമ്മായി അച്ഛൻ്റെ മരണത്തെക്കുറിച്ചും പരസ്പരം സംസാരിക്കുന്നു. കാരണം അത് അന്വേഷിക്കുന്നത് സ്യൂഡ്യൂൻ്റെ ഫ്രണ്ടാണ്. അതിനുശേഷമാണ് സ്യൂഡ്യൂൻ്റെ ഫ്രണ്ട് മരിക്കുന്നത്. സ്യൂഡ്യൂൻ ദേഷ്യത്തിൽ കമ്മീഷണറുടെ ഓഫീസിൽ പോയി എന്തിനാണ് തൻ്റെ ഫ്രണ്ടിൻ്റെ മരണത്തിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നിർത്തിവെച്ചത് എന്ന് ചോദിക്കുന്നു. അത് വീണ്ടും പുനരന്വേഷിക്കണമെന്ന് അവൻ അയാളുടെ കാല് പിടിച്ച് പറയുന്നു. പക്ഷേ അയാൾ, ഇനി അതിൻ്റെ ആവശ്യമില്ല, നീ ഇനി അതിൻ്റെ പുറകെ പോകരുത് എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നൗ ഫൗണ്ടേഷൻ്റെ അകത്തേക്ക് പോകുന്ന വൻസൂണിനെയും സ്യൂഡ്യൂനെയുമാണ്. വൻസൂണിനെ കാണാൻ അവളുടെ ബ്രദർ വരുന്നു. അവർ സംസാരിക്കുന്നു. നൗ ഫൗണ്ടേഷനെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആക്കാൻ പോവുകയാണെന്ന് വൻസൂൺ അവളുടെ ബ്രദറിനോട് പറയുന്നു. ഇത് നീ നിൻ്റെ അമ്മായിയമ്മയോട് പറഞ്ഞിരുന്നു എന്ന് ബ്രദർ ചോദിക്കുന്നു. പറഞ്ഞിരുന്നു എന്ന് വൻസൂൺ പറഞ്ഞതും, എപ്പോഴാണ് നീ പറഞ്ഞത്, മാനിലയിലേക്ക് പോകുന്നതിന് മുമ്പാണോ എന്ന് അയാൾ ചോദിക്കുന്നു. അതേ എന്ന് അവൾ പറഞ്ഞതും അയാൾ കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം, നിനക്ക് തോന്നുന്നുണ്ടോ നിനക്കെതിരെ ഉണ്ടായ ആക്രമണം ISISൽ നിന്നുണ്ടായതാണെന്ന്? അതിനവൾ, എനിക്കിപ്പോൾ ചെറിയ രീതിയിൽ ഡൗട്ട് തോന്നുന്നുണ്ടെന്ന് അവൾ ബ്രദറിനോട് പറയുന്നു. അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് വൻസൂൺ അവളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അവൾ ആ ഫ്രണ്ടിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. നിനക്ക് ഞാനും കിമ്മും തമ്മിലുള്ള ബന്ധം നേരത്തെ അറിയാമായിരുന്നല്ലേ എന്ന് ഫ്രണ്ട് അവളോട് ചോദിക്കുന്നു. അറിയാം, നീ നിൻ്റെ മകനെയും കൂട്ടി നാട്ടിലേക്ക് വന്ന അന്ന് തന്നെ എനിക്ക് മനസ്സിലായതാണ് അത് കിമ്മിൻ്റെ മകനാണെന്ന്. പിന്നെ എന്തുകൊണ്ട് നീ അവനെ ഡിവോഴ്സ് ചെയ്യുന്നില്ല എന്ന് ഫ്രണ്ട് തിരിച്ച് ചോദിക്കുന്നു. ഞാൻ അവനെ ഡിവോഴ്സ് ചെയ്യുന്നില്ല എന്ന് വൻസൂൺ പറഞ്ഞതും ഫ്രണ്ട്, നിനക്കറിയോ അവൻ എന്തിനാണ് നിന്നെ കല്യാണം കഴിച്ചതെന്ന്? നീ എന്താ വിചാരിക്കുന്നത്, ആഫ്രിക്കയിൽ വെച്ച് ആദ്യ നിമിഷം കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായതുകൊണ്ടാണ് അവൻ നിന്നെ കല്യാണം കഴിച്ചതെന്നോ? ഒരിക്കലുമല്ല. ജിൻഹി എന്ന മോഡലുമായി കിം റിലേഷനിലായിരുന്നു. എന്നാൽ ഒരു ദിവസം ഡ്രഗ്സിൻ്റെ അധിക ഡോസ് കാരണം അവൾ മരിച്ചു. ആ ഒരു പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ വേണ്ടിയിട്ടാണ് കിം നിന്നെ കല്യാണം കഴിച്ചത് എന്ന് ഫ്രണ്ട് വൻസൂണിനോട് പറയുന്നു. ഇനിയെങ്കിലും നീ അവനെ ഡിവോഴ്സ് ചെയ്യുമോ എന്ന് അവൾ ചോദിച്ചതും, ഞാൻ അവനെ ഡിവോഴ്സ് ചെയ്യില്ല എന്ന് പറഞ്ഞ് വൻസൂൺ അവിടെ നിന്നും ഇറങ്ങുന്നു. തിരികെ വീട്ടിലേക്ക് എത്തിയ വൻസൂണിനെ അവളുടെ അമ്മായിയമ്മ അവരുടെ അടുത്തേക്ക് വിളിച്ച് സംസാരിക്കുന്നു. നീ ഇനിയൊരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നിൻ്റെ ഫ്രണ്ടിൻ്റെ മകനെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തി എൻ്റെ പേരക്കുട്ടിയായി അംഗീകരിക്കാൻ പോവുകയാണെന്ന് അവർ വൻസൂണിനോട് പറയുന്നു. വൻസൂൺ അത് എതിർക്കുന്നു. ഞാൻ അതൊരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. കിം വൻസൂണിനോട്, ഞാനും ജങ്തരയുമായിട്ടുള്ള ബന്ധം നിനക്ക് നേരത്തെ അറിയാം, എന്നിട്ട് നീ എന്തേ എന്നെ ഡിവോഴ്സ് ചെയ്തില്ല? നീ എന്നെ സ്നേഹിക്കുന്നില്ലേ എന്ന് അവൻ വൻസൂണിനോട് ചോദിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് എന്നെ സ്നേഹിച്ചത് എന്ന് അവൾ തിരികെ ചോദിക്കുന്നു. നിനക്കറിയില്ല, ആഫ്രിക്കയിലെ വളണ്ടിയർ വർക്കിനിടയിൽ വെച്ചാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടതെന്ന്. എങ്കിൽ നിങ്ങൾ ജങ്തരയെയും അവരുടെ മകനെയും സ്വിറ്റ്സർലാൻഡിലേക്ക് പറഞ്ഞേക്കണമെന്ന് അവൾ പറയുന്നു. ഞാൻ അമ്മയോട് പറയാമെന്ന് അവൻ പറഞ്ഞതും, ഇതിനും നിങ്ങൾക്ക് സ്വന്തമായൊരു തീരുമാനമില്ലേ എന്ന് അവൾ പറയുന്നു. അതിഷ്ടപ്പെടാതെ കിം അവിടെ നിന്ന് ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോകുന്നു. ജങ്തര വൈസ് ചെയർവുമണിനെ കാണാനായി പോയതും അവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മെയ്ഡ് ചെയർവുമണിൻ്റെ അടുത്തേക്ക് പോയി, ജങ്തര വന്നിട്ടുണ്ട്, മാഡത്തിനോട് സംസാരിക്കാൻ എന്ന് പറയുന്നു. അവർ സംസാരിക്കുന്നു. ജങ്തര വൻസൂൺ എന്നെ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാൻ നിർബന്ധിക്കുന്നു എന്ന് അവൾ പറയുന്നു. അത് ഞാൻ നോക്കിക്കൊള്ളാം, നീ ഇപ്പോൾ പോയിക്കോ എന്ന് പറയുന്നു. അവർ വക്കീലിനെ വിളിച്ച് പേപ്പേഴ്സിൻ്റെ കാര്യം ശരിയാക്കാൻ പറയുന്നു. പിറ്റേ ദിവസം അവരുടെ കുടുംബ ഫോട്ടോ എടുക്കുന്നതായിരുന്നു.
അതിനുവേണ്ടി കിമ്മിൻ്റെ ബ്രദറും വൈഫും വരുന്നു. അവർ ഒരു കുട്ടിയെ അവിടെ കണ്ടത്. ഇതാ കുട്ടി, ഇത് ഫാമിലി ഫോട്ടോ അല്ലേ എന്ന് ബ്രദറിൻ്റെ ഭാര്യ അവനോട് ചോദിക്കുന്നു. അതെ, ഇത് ഫാമിലി ഫോട്ടോ ആണ്. ആ കുട്ടി ജങ്തരയുടെ, അതായത് കിമ്മിൻ്റെ മുമ്പത്തെ സെക്രട്ടറിയുടെ മകനാണ് എന്ന് അവൻ പറഞ്ഞതും അവൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയിരുന്നു. ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് കാണാൻ വേണ്ടി അവൾ അവിടെ കാത്തു നിൽക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് വൺസൂൺ വരുന്നു. അവിടെ ഇരിക്കുന്ന കുട്ടിയെ കണ്ടതും അവൾ കിമ്മിനെ ഒന്ന് നോക്കിയിട്ട് ദേഷ്യത്തിൽ അമ്മയുടെ റൂമിലേക്ക് പോകുന്നു. ഫാമിലി ഫോട്ടോ എടുക്കുന്നിടത്ത് നിങ്ങൾ എന്തിനാ അവനെ വിളിച്ചു വരുത്തിയത്? ഈ ഫോട്ടോ കാണുന്നവരെല്ലാം അത് എൻ്റെ മകനാണെന്നല്ലേ കരുതൂ എന്ന് അവൾ ചോദിക്കുന്നു. അതെ, നിൻ്റെ മകനാണെന്നേ കരുതൂ. നിൻ്റെ മകൻ മരിച്ചില്ലേ? അവൻ സ്വിറ്റ്സർലാൻഡിൽ പഠിക്കാൻ പോയിരിക്കുകയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അത് നിനക്ക് വേണ്ടിയിട്ടാണ്. ഇത്രയും നാളും ആ കുട്ടി ഒരു അച്ഛൻ്റെ പേരില്ലാതെയാണ് വളർന്നത്. ഇനി അവൻ അച്ഛൻ്റെ പേരിൽ വളരട്ടെ എന്ന് അവർ പറഞ്ഞു. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ എൻ്റെ മകൻ്റെ സ്ഥാനത്ത് ആ കുട്ടി വരുന്നത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുന്നു. അവർ ഫാമിലി ഫോട്ടോ എടുക്കുന്നു. ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്ന മനുഷ്യൻ കാണുന്നത് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന ആളുകളാണ്. എന്താ ഇതൊക്കെ എന്ന് അവൾ ചോദിച്ചതും മേഡത്തിൻ്റെ മകൻ്റെ റൂമിലാണ് ആ കുട്ടിക്ക് റൂം ശരിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ റൂമിലെ സാധനങ്ങളെല്ലാം മാറ്റുകയാണെന്ന് അവർ പറയുന്നു. മൻസൂൺ അവിടെ നിന്ന് ദേഷ്യത്തിലും സങ്കടത്തിലും പോകുന്നു. ഇത് അവർ സ്യൂഡ്യൂനെ വിളിച്ച് പറയുന്നു. കാറും എടുത്ത് വേഗത്തിൽ പോകുന്നുണ്ടായ വൺസൂണിൻ്റെ വണ്ടി മറ്റൊരു വണ്ടിയെ ഇടിക്കാനായി പോകുന്നു. അവൾ ബ്രേക്ക് ഇട്ടതും സ്യൂഡ്യൂൻ ആ വണ്ടിയിലേക്ക് കയറിയിരിക്കുന്നു. അവർ ഒരു ബീച്ചിലേക്ക് പോകുന്നു. ബീച്ചിലെല്ലാം നടന്ന് അവർ തിരികെ എത്തുമ്പോൾ സ്യൂഡ്യൂനോടായി വൺസൂൺ, എനിക്ക് ആരെയും വിശ്വാസമില്ല, നിന്നെയും എനിക്ക് വിശ്വാസമില്ല. നിന്നെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ നീ പറഞ്ഞതുപോലെ തെളിവ് എനിക്ക് കാണിക്കണം. അതുവരെ നീ ബോഡി ഗാർഡായി തന്നെ ഇരിക്കുക, പക്ഷേ നിന്നെ ഞാൻ വിശ്വസിക്കില്ല. അവൾ അത്രയും പറഞ്ഞതും അവർ കാറുമെടുത്ത് അവിടെ നിന്ന് പോകുന്നു. അവർ നേരെ പോയത് അവളുടെ കല്യാണത്തിന് ഗിഫ്റ്റായി കിട്ടിയ വീട്ടിലേക്കാണ്. അവിടെ കിമ്മും നിൽക്കുന്നുണ്ടായിരുന്നു. കിം അവളോട്, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്തൊരു പ്രശ്നം വന്നാലും ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യില്ല എന്ന് പറയുന്നു. നമുക്കൊരു കുട്ടിയെ കൂടി ആയാലോ എന്ന് അവൻ പറഞ്ഞ് അവളെ ഉപദ്രവിക്കാൻ നോക്കുന്നു. ഇത് സ്യൂഡൻ കാണുന്നു. അവൻ അകത്തേക്ക് കയറി കിമ്മിനെ തടഞ്ഞു നിർത്തുന്നു. എന്നെ വിട് എന്ന് കിം സ്യൂഡനോട് പറയുന്നു. സ്യൂഡൻ വിടുന്നു. വൺസൂനും സ്യൂഡനും അവിടെ നിന്ന് പോകുന്നു. കിം അത് ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നു. ജങ്തര ഒരു ഹോട്ടൽ മുറിയുടെ അകത്തേക്ക് കയറി അവിടെ കിടക്കുന്നുണ്ടായിരുന്ന പെൺകുട്ടിയെ വിളിച്ച് അവളോട് പോകാൻ പറയുന്നു. കിമ്മിനോട് അവൾ സംസാരിക്കുന്നു. കിം അവളെ തട്ടിമാറ്റിക്കൊണ്ട് പോകുന്നു. സ്യൂഡൻ നേരെ കമ്പനിയുടെ ബിൽഡിങ്ങിലേക്ക് പോകുന്നു. അവിടെയുള്ള ആളുകളെ ട്രെയിൻ ചെയ്യിക്കുന്നതും CCTV റൂമുമെല്ലാം അവൻ കാണുന്നു. അവൻ അവിടെയുള്ള ആളുകളുമായി ഫൈറ്റ് ചെയ്യുന്നു. ആ ബോഡി ഗാർഡിനോട് വൺസൂണിൻ്റെ അമ്മായിയച്ഛൻ എവിടെ വെച്ചാണ് മരിച്ചത് എന്ന് അവൻ ചോദിക്കുന്നു. ബംഗ്ലാവിൽ വെച്ച് തന്നെയാണെന്ന് അയാൾ മറുപടി പറയുന്നു. അല്ല, ഇതൊക്കെ എന്തിനാണ് നീ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചതും എൻ്റെ ഒരു പോലീസ് ഫ്രണ്ട് ചോദിച്ചതാണെന്ന് അവൻ പറയുന്നു. കൂടുതലൊന്നും നീ അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. സ്യൂഡൻ അവിടെ നിന്ന് CCTV വിഷ്വൽസ് കളക്ട് ചെയ്യുന്നു. എന്തിനാണെന്ന് അവൻ ചോദിച്ചതും ഇതെൻ്റെ ഡ്യൂട്ടിയാണെന്ന് പറയുന്നു. അവൻ നേരെ വീട്ടിലേക്ക് പോയി ആ വിഷ്വൽസ് എല്ലാം ഓരോന്നായി ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവൻ വൺസൂണിൻ്റെ അമ്മായിയച്ഛൻ്റെ ബോഡി കൊണ്ടുപോകുന്ന വീഡിയോ കാണുന്നത്. അവൻ അത് സൂക്ഷിച്ചു നോക്കുന്നു. ആ സ്ഥലം ബംഗ്ലാവല്ല എന്ന് അവന് മനസ്സിലായിരുന്നു. അവൻ്റെ ഫ്രണ്ട് അന്വേഷിച്ചത് ഇതേ കാര്യം തന്നെയാണെന്ന് അവൻ ഓർക്കുന്നു. വൺസൂണിൻ്റെ അമ്മായിയച്ഛൻ്റെ മരണം ഒരു കൊലപാതകമാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. അത് നടന്നത് മറ്റൊരു സ്ഥലത്താണെന്നും അവൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിസോഡ് 4 ആരംഭിക്കുന്നത് ആരും കാണാതെ ബംഗ്ലാവിൻ്റെ അകത്തേക്ക് കയറുന്ന സ്യൂഡനെ കാണിച്ചുകൊണ്ടാണ്. അവൻ അകത്തേക്ക് കയറി ആരും തന്നെ ശ്രദ്ധിക്കാത്ത വിധത്തിൽ CCTV റൂമിലേക്ക് കയറി അവൻ ആവശ്യമായ ഫയലുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അവിടെ നിന്നിറങ്ങിയ സ്യൂഡ്യൂനെ ചെയർവുമൻ്റെ ഗാർഡ് കാണുന്നു. ഇവിടെ എന്തായെന്ന് അവൾ ചോദിച്ചതും അവനൊരു കള്ളം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. കിം വിളിച്ചതനുസരിച്ച് സ്യൂഡ്യൂൻ അവിടേക്ക് കാണാൻ പോകുന്നു. സ്യൂഡ്യൂനോടായി കിം ഒരാളുടെ സ്വകാര്യ നിമിഷത്തിൽ ഇടപെടുന്നത് ശരിയാണോ എന്ന് അവനോട് ചോദിക്കുന്നു. സോറി സാർ, ഞാൻ ചെയ്തത് തെറ്റാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേർക്കും ഒന്നും സംഭവിക്കാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതെൻ്റെ കടമയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് കിമ്മിനോട് അവൻ പറയുന്നു. ഓക്കെ, എനിക്ക് മനസ്സിലായി, നിനക്കിപ്പോൾ പോകാമെന്ന് പറഞ്ഞ് കിം സ്യൂഡ്യൂനോട് പോകാൻ പറയുന്നു. ഇതേ സമയം സ്യൂഡ്യൂൻ താൻ ശേഖരിച്ച CCTV വിഷ്വൽസ് എല്ലാം ഓരോന്നായി ചെക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അവൻ ഓരോ വിഷ്വൽസുകളായി നോക്കുമ്പോഴാണ് ഒന്നിൽ പാർക്ക് ഗാങ്സ്റ്റേഴ്സിന് കൊടുത്ത അതേ ബാഗിൽ പണം എടുത്ത് വെക്കുന്നതും അവൻ്റെ അടുത്തായി കിമ്മിനെയും സ്യൂഡ്യൂൻ കാണുന്നത്. സ്യൂഡ്യൂൻ അത് തന്നെ ആലോചിച്ചിരിക്കുന്നു. അവന് കിമ്മിനെ ചെറുത് രീതിയിൽ സംശയം തോന്നുന്നു. വൺസൂണിൻ്റെ മകൻ്റെ സാധനങ്ങളെല്ലാം ഒരു റൂമിൽ വെച്ചിരിക്കുന്നത് കണ്ട് വൺസൂൺ മേഡിനോട് ഇതൊക്കെ എന്താ ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. എനിക്കിതൊന്നും കളയാൻ തോന്നിയില്ല മാഡം എന്ന് അവർ പറയുന്നു. ശരി, ഇത് എല്ലാം ഭദ്രമായി ഈ മുറിയിൽ തന്നെ അടച്ചു പൂട്ടി അതിൻ്റെ ചാവി എൻ്റെ കയ്യിൽ തരണമെന്ന് വൺസൂൺ പറയുന്നു. മേഡ് അത് സമ്മതിക്കുന്നു. അവരെല്ലാം ചെയർവുമണിനോട് പറയുന്നു. അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നു.
ചെയർവുമൺ വക്കീലിനോട് വൺസൂണിനെ എത്രയും വേഗം ഫൗണ്ടേഷനിൽ നിന്ന് പുറത്താക്കണം. പക്ഷേ അത് നമ്മൾ അവളെ പുറത്താക്കുന്നതായി ആളുകൾക്ക് തോന്നരുത്. അവൾ അവളുടെ ഇഷ്ടത്തിന് റിസൈൻ ചെയ്ത് പോകുന്നതായി ആളുകൾക്ക് തോന്നാവൂ എന്ന് പറയുന്നു. വൺസൂണിനെ കാണാൻ അവളുടെ ബ്രദർ വരുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന റിസൈൻ ലെറ്റർ വൺസൂണിന് കൊടുത്ത് ഇതിലെഴുതിയതുപോലെ വായിച്ച് നീ ഫൗണ്ടേഷനിൽ നിന്ന് റിസൈൻ ചെയ്യണമെന്ന് ചെയർവുമൺ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് അയാൾ പറയുന്നു. ഞാൻ ഒരിക്കലും ഫൗണ്ടേഷനിൽ നിന്ന് രാജിവെക്കില്ല. കിമ്മിന് വേറൊരു സ്ത്രീയിൽ ഒരു മകനുള്ള കാര്യം നിനക്കറിയാമോ എന്ന് വൺസൂൺ ബ്രദറിനോട് ചോദിക്കുന്നു. നിനക്കറിയാമല്ലോ എന്ന് അയാൾ ഒരു ഒഴുക്കൻ മട്ടിൽ പറയുന്നു. എങ്കിലത് നാളെ സോഷ്യൽ മീഡിയയിൽ വരണമെന്ന് വൺസൂൺ പറയുന്നു. അത് കേട്ട ബ്രദർ, നീ എന്താ അവനെ ഡിവോഴ്സ് ചെയ്യലായോ എന്ന് ചോദിക്കുന്നു. ഒരിക്കലുമില്ല, ഞാൻ അവനെ ഡിവോഴ്സ് ചെയ്യില്ല. പക്ഷേ നൗ ഫൗണ്ടേഷൻ എനിക്ക് വേണം. അതെനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. ഇതേ ഉള്ളൂ അതിനൊരു വഴി എന്ന് പറയുന്നു. സെക്രട്ടറി ചെയർവുമൻ്റെ അടുത്തേക്ക് പോയി കിമ്മിന് വേറൊരു സ്ത്രീയിൽ ഒരു മകനുള്ള കാര്യം ന്യൂസിലെല്ലാം ലീക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർക്കത് കാണിച്ചു കൊടുക്കുന്നു. ഇത് ആരാണ് ചെയ്തതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നും അവർ പറയുന്നു. ജങ്തരയും അമ്മയും വൺസൂണിനെ കാണാൻ വരുന്നു. എങ്ങനെയെങ്കിലും ഈ റൂമേഴ്സ് നീ ഒന്ന് നിർത്തണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. എന്താ നിനക്ക് സന്തോഷമില്ലല്ലേ? ഇതല്ലേ നീ ആഗ്രഹിച്ചത് എന്ന് അവൾ ചോദിക്കുന്നു. അങ്ങനെയല്ല, നിന്നെ എല്ലാവരും ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരാളാണ് നീ. നിൻ്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് ആളുകൾ എന്നെ ആക്രമിക്കും. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും നീ ഒന്ന് ഇല്ലാതാക്കണം എന്ന് പറയുന്നു. ഒരു പ്രസ് മീറ്റ് വെച്ച് അങ്ങനെയൊന്നുമില്ല എന്ന് നീ പറയണമെന്ന് വൺസൂണിനോട് ജങ്തര ആവശ്യപ്പെടുന്നു. വൺസൂണിനെ അമ്മയമ്മ വിളിക്കുന്നു. അവളുടെ കൂടെ തന്നെ ജങ്തരയും അകത്തേക്ക് കയറിയിരിക്കുന്നു. നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ, പിന്നെന്തിനാ നീ ഇവിടേക്ക് വന്നത്? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് ചെയർവുമൺ ജങ്തരയോട് പറയുന്നു. കിമ്മിനെ കുറിച്ചുള്ള വാർത്തയെപ്പറ്റി അവർ സംസാരിക്കുന്നു. ചെയർവുമൺ വൺസൂണിനെ നോക്കി നിന്നിട്ട് അവളോടായി, നീ ഇനി പുറത്തേക്കൊന്നും പോകണ്ട എന്ന് പറയുന്നു. നിങ്ങളല്ലേ എന്നോട് ഫൗണ്ടേഷനിൽ നിന്ന് റിസൈൻ ചെയ്യാൻ പറഞ്ഞത് എന്ന് അവൾ ചോദിക്കുന്നു. കിം അപ്പോഴാണ് ആ കാര്യം അറിയുന്നത് തന്നെ. അവിടുന്ന് ഇറങ്ങിയ വൺസൂൺ സെക്രട്ടറിയോട് നാളെ ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യണമെന്ന് പറയുന്നു. ചെയർവുമൻ അറിയാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നവൾ പറഞ്ഞതും അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞ് വൺസൂൺ പോകുന്നു. കിമ്മിൻ്റെ ബ്രദറും വൈഫും വൺസൂണിൻ്റെ പ്രസ് മീറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. വൺസൂൺ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ചെയർവുമൺ ഒരു മിനിസ്റ്ററെ അവിടേക്ക് വിളിച്ചു വരുത്തി സൽക്കരിക്കുന്നു. വൺസൂൺ ഇടയ്ക്ക് വാച്ച് നോക്കുന്നത് കണ്ട് എവിടേക്കെങ്കിലും പോകാനുണ്ടോ എന്ന് മിനിസ്റ്റർ ചോദിച്ചപ്പോൾ ഇല്ല, അവൾക്ക് എവിടെയും പോകാനില്ല എന്ന് ചെയർവുമൺ മറുപടി പറയുന്നു. വൺസൂൺ റെസ്റ്റ് റൂമിൽ പോകുന്നു എന്ന പേരിൽ അവിടെ നിന്ന് ഇറങ്ങി സ്യൂഡിയനെയും കൂട്ടി പ്രസ് മീറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. വൺസൂൺ അവിടെ നിന്ന് പോയി എന്നറിഞ്ഞ ചെയർവുമൺ അവരുടെ ബോഡി ഗാർഡിനോട് ദേഷ്യപ്പെടുന്നു. പ്രസ് മീറ്റിലെത്തിയ വൺസൂണിനോട് ആളുകൾ പുറത്തിറങ്ങിയ റൂമറുകൾ ശരിയാണോ എന്ന് ചോദിക്കുന്നു. പുറത്തിറങ്ങിയ റൂമറുകളൊന്നും സത്യമല്ല. ഞാനും എൻ്റെ ഭർത്താവും ഇപ്പോഴും സന്തോഷത്തിലാണ് കഴിയുന്നത്. പക്ഷേ ആ കുട്ടി കിമ്മിൻ്റേതല്ല, എൻ്റെ അമ്മായിയച്ഛൻ്റേതാണെന്ന് അവൾ പറയുന്നു. അവളിൽ നിന്ന് കിട്ടിയത് പ്രതീക്ഷിക്കാത്ത ഉത്തരമായതിനാൽ അവരെല്ലാവരും ഞെട്ടുന്നു, പ്രത്യേകിച്ച് ചെയർവുമൺ. ഈ വാർത്ത കണ്ട ജങ്തരെ ആകെ ടെൻഷനാകുന്നു. എന്നാൽ കിമ്മിൻ്റെ ബ്രദർ ഒരു തമാശ പോലെയാണ് അത് കണ്ടത്. ആ വാർത്ത കണ്ട കിമ്മുൻ ചിരിക്കുന്നു. വീട്ടിലേക്കെത്തിയ വൺസൂണിനെ ചെയർവുമൺ വിളിപ്പിച്ച് സംസാരിക്കുന്നു. നീ എന്താ വിചാരിക്കുന്നത്, ജയിച്ചെന്നാണോ? നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഫൗണ്ടേഷനിൽ തൊട്ട് കളിക്കരുതെന്ന്. നിൻ്റെ ഫൗണ്ടേഷനോ? അതെങ്ങനെയെന്ന് അവർ ചോദിച്ചതും നിങ്ങളുടെ മകനേക്കാൾ ഫൗണ്ടേഷന് വേണ്ടി പ്രവർത്തിച്ചത് ഞാനാണ് ഫൗണ്ടേഷനെ ഇത്രയും വളർത്തിയെടുത്തത്. ഇനിയും നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ ഇനിയൊരു പ്രസ് മീറ്റ് ഞാൻ വെക്കും. അതിൽ ഞാൻ സത്യമായിരിക്കും പറയുക എന്ന് ഒരു ഭീഷണി പോലെ വൺസൂൺ അവരോട് പറയുന്നു. ഇതേ സമയം പാർക്ക് സ്യൂഡുവിനെ വഴക്ക് പറയുന്നു. അവൻ സോറി പറയുന്നു. ജങ്തര മകനെയും കൂട്ടി ബംഗ്ലാവിലേക്ക് വരുന്നു. ചെയർവുമൺ വൺസൂണിനെയും അവിടെ വിളിപ്പിക്കുന്നു. അവൾ വന്നതും ഇതാണ് നിൻ്റെ പുതിയ അമ്മായിയമ്മ എന്ന് പറഞ്ഞ് ജങ്തരയെ പരിചയപ്പെടുത്തുന്നു. അതെനിക്കറിയാലോ, മുതിർന്നവരെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് അവൾ പറയുന്നു. അവളുടെ മറുപടി കേട്ടതും ചെയർവുമൺ ആകെ ചൂളിപ്പോകുന്നു. വൺസൂൺ അവർക്കെല്ലാം കാണിച്ചു കൊടുക്കുന്നു. അടുത്ത ഭാഗത്ത് വൺസൂൺ സ്യൂഡിനെ ഒരു ജോഗിങ്ങിന് പോകാം എന്ന് പറഞ്ഞ് അവനെയും വിളിച്ചു കൂട്ടി പോകുന്നു. വൺസൂൺ സ്യൂഡിനോട് എന്നെ കാണുമ്പോൾ ഒരു പണത്തിന് ആർത്തിമൂത്ത് ചെയ്തതാണ് എന്ന് തോന്നുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. നിന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാം എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ നിന്നെ ഇന്ന് പ്രസ് മീറ്റിന് കൊണ്ടുപോയത് എന്ന് അവൻ പറയുന്നു. നീ കിമ്മിനെ ഡിവോഴ്സ് ചെയ്യുമെന്ന് ഞാൻ കരുതി. വൺസൂൺ അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു. നീ ഒരിക്കലും കിമ്മിനെ ഡിവോഴ്സ് ചെയ്യരുത്. മാത്രമല്ല വൺസൂണിൻ്റെ കൈരേഖ
സ്കാൻ ചെയ്ത് നിനക്ക് വരേണ്ട സമയമാകുമ്പോൾ ഇത് നിൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് അയാൾ പറയുന്നതും അവൾ ഓർക്കുന്നു. നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ആ അന്നത്തെ അറ്റാക്ക് ISISൻ്റേതാണെന്ന്? എൻ്റെ ഫ്രണ്ട് മരിച്ചതിന് ശേഷം അവൻ ശേഖരിച്ച് വെച്ച തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് നിൻ്റെ അമ്മായിയച്ഛൻ്റെ ബോഡി കൊണ്ടുപോകുന്നതാണ്. പക്ഷേ അത് നടന്നത് നിങ്ങളുടെ ബംഗ്ലാവിൽ വെച്ചല്ല, വേറൊരു സ്ഥലത്ത് വെച്ചാണ്. ബംഗ്ലാവിൽ വെച്ചാണ് മരിച്ചതെന്ന് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണ്. ഒന്നുകിൽ നിൻ്റെ കുടുംബത്തിലുള്ള ആരോ അല്ലെങ്കിൽ നിൻ്റെ ഓഫീസിലുള്ള ആരോ നിന്നെയും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിനെ കൊന്നതും നിൻ്റെ അമ്മായിയച്ഛനെ കൊന്നതും ഇപ്പോൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതും ഒരേ ആൾ തന്നെയാണെന്ന് അവൻ പറയുന്നു. അവൻ അങ്ങനെ പറഞ്ഞതും വൻസൂൺ ആകെ ഞെട്ടിയിരിക്കുന്നു. വൻസൂണിൻ്റെ സെക്രട്ടറി ഒരു വൈൻ ബോട്ടിൽ കൊണ്ടുവന്ന് വൻസൂണിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട്, ഇത് 150 മില്യൺ വോൺ വരുന്ന മദ്യക്കുപ്പിയാണ്. ഇത് മാഡം തന്നെ കിമ്മിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കണമെന്നാണ് മുകളിൽ നിന്നുള്ള ഓർഡർ എന്ന് അവർ പറയുന്നു. സ്യൂഡിൻ അത് വാങ്ങുന്നു. വൻസൂൺ അതുമായി കിമ്മിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ബ്രദറിൻ്റെ വൈഫിൻ്റെ കയ്യിൽ ആ ബോട്ടിൽ കൊടുത്തതും അവൾ അത് മനഃപൂർവ്വം താഴെയിട്ട് പൊട്ടിക്കുന്നു. എന്നിട്ട് അവൾ, കുഴപ്പമില്ല, ഇതുപോലുള്ള ഒരുപാട് വില കൂടിയ വൈൻ ബോട്ടിൽ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് വൻസൂണിനെ അപമാനിക്കാൻ നോക്കുന്നു. അവർ ഡിന്നർ കഴിക്കാനായി ഒരുമിച്ചിരിക്കുന്നു. കിമ്മിൻ്റെ ബ്രദറിൻ്റെ ഫാമിലിയുടെ ബിസിനസ്സിനെ ചൈന കമ്പനിയുമായി ഒരു ടൈഅപ്പിന് അവർ ശ്രമിക്കുന്നു. അത് വൻസൂണിനെ മുൻനിർത്തി നടത്താനാണ് അവർ തീരുമാനിക്കുന്നത്. വൻസൂൺ ആദ്യമേ എതിർത്തതാണെങ്കിലും അവരുടെ മുന്നിൽ വെച്ച് അവൾ എതിർത്തൊന്നും പറയാതിരിക്കാനായി അവളെക്കൊണ്ട് പറ്റുമെന്ന് ചെയർവുമൺ ആദ്യം തന്നെ പറയുന്നു. ജങ് തെര അവിടെ ഉണ്ടായിരുന്ന മേഡുകളുടെ മുമ്പിൽ ആളാവാൻ നോക്കിയെങ്കിലും അവർ ജങ് തെരയെ നൈസായിട്ടങ്ങ് അപമാനിച്ചു വിട്ടു. ഇവരുടെ ഫാമിലിയുടെ കീഴിലുള്ള ഓർഫനേജിലെ കുട്ടികൾക്ക് പഠനം നൽകി സഹായിക്കുന്നത് ഒരു പരിപാടിയായി നടത്താൻ അവർ തയ്യാറാകുന്നു. അവിടേക്ക് അമ്മായിയമ്മ വരുന്നു. എന്നാൽ അവർ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. വൻസൂണിനെ അവർ ചീത്ത പറയാൻ നിന്നെങ്കിലും അവർ നിന്നിരുന്ന സ്ഥലമോർത്ത് അവർ മിണ്ടാതെ നിൽക്കുന്നു. അവർ സ്റ്റേജിൽ കയറിയതും മാധ്യമങ്ങൾ ഓരോ പോസിലായി അവരോട് നിൽക്കാൻ പറയുന്നു. അതിനനുസരിച്ച് അവർ നിന്നതും അവർ ഫോട്ടോ എടുക്കുന്നു. ഗാർഡ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോയി അവർ എല്ലാവരോടുമായി ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ സ്യൂഡിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ അവരെ അവൻ മറിച്ചിടുന്നു. അവരെ സഹായിക്കാനായി കൈ നീട്ടിയതും ആ കയ്യിൽ പിടിച്ച് സ്യൂഡിനെ അവർ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിൻ്റെ ദേഹത്ത് നിന്ന് നല്ല സുഗന്ധം വരുന്നു, ഇതുപോലുള്ള സുഗന്ധം വരുന്ന ആണുങ്ങളെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ് അവർ പോകുന്നു. വീട്ടിലെത്തിയ അവർ വൻസൂണിനോട്, നീ നിൻ്റെ അമ്മയെ കണ്ടിട്ട് 10 വർഷമായില്ലേ, എന്താ നിനക്ക് നിൻ്റെ അമ്മയെ കാണണ്ടേ, പാവം, നിൻ്റെ അമ്മ ഇപ്പോൾ ഉള്ളത് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലാണ്. അവർ അങ്ങനെ പറഞ്ഞതും വൻസൂൺ അതൊരു ഷോക്കാകുന്നു. അവർ വൻസൂണിന് അമ്മയുടെ ഫോട്ടോ കാണിക്കുന്നു. വൻസൂൺ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. കൂടെ ബ്രദറും സ്യൂഡിനുമുണ്ട്. അമ്മയ്ക്ക് നിന്നെയും എന്നെയും തിരിച്ചറിയാൻ കഴിയില്ല എന്ന് ബ്രദർ അവളോട് പറയുന്നു. ചെയർവുമൻ്റെ ഓർഡറാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും അവൻ പറയുന്നു. വൻസൂൺ തനിയെ ആ റൂമിലേക്ക് പോകുന്നു. പെട്ടെന്ന് വൻസൂണിൻ്റെ ഒച്ച കേട്ട് സ്യൂഡിൻ അകത്തേക്ക് ഓടുന്നു. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.